ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ ജീവിക്കുന്നവനാണ്. നമുക്കറിയാം, പുതുതായി വന്നിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അലട്ടിയാലും ഈശോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, ലോക നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പൂർണ്ണമായും ദൈവത്തിന് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിട്ടുകൊടുക്കണം, ഈശോയുടെ കൂടെയായിരിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പ്രിയമുള്ളവരെ, നമുക്കറിയാം, എല്ലാത്തിനും ഒരു വിളിയുണ്ട്. ഏത് മേഖലയിലും ഒരു വിളിയുണ്ടാകും. കുടുംബജീവിതമായാലും ശരി, സമർപ്പണ ജീവിതമായാലും ശരി, എല്ലാത്തിനും ഒരു വിളിയുണ്ട്. വിളിയില്ലാതെ ഒന്നും നടക്കുകയില്ല. ആ വിളിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിളി കുടുംബജീവിതം നയിക്കാനും വൈദികരാകാനും സന്യസ്തരാകാനും വിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിളി. പ്രിയമുള്ളവരെ, കുടുംബത്തിലേക്കുള്ള വിളിയും സന്യസ്തരാകാനുള്ള വിളിയും രണ്ടും ഒരേപോലെയാണ്. ഒന്ന് വ്യത്യസ്തമാകില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വൈദികരാകാൻ പോയാൽ സന്യസ്തരാകാൻ പോയാൽ മാത്രമാണ് ഇതിന് വിളി ഉണ്ടാവുള്ളൂ, അതാണ് നല്ല വിളി. ഞങ്ങൾക്കൊന്നും വിളിയില്ല, ഞങ്ങളെ ദൈവം ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. ഈ കഷ്ടപ്പെടാനും ഈ വേദനിക്കാനും ഈ ദുഃഖിക്കാനും ഈ നിരാശ മാത്രമുള്ള ജീവിതത്തിലേക്ക് ഞങ്ങൾ വിളിച്ചിരിക്കുകയാണെന്നുള്ള ചിന്താഗതിയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും ഇല്ലാതെ പോകുന്നത്. നമ്മളെല്ലാവരും നോക്കുന്നത് ഞങ്ങളെ പോലുള്ള വൈദികര് വെള്ള ഉരുപ്പിട്ട് നടക്കുന്നത് അവിടെ വിളി അർപ്പിക്കുമ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിളി. പ്രിയമുള്ളവരെ, ഇതല്ല നിങ്ങളുടേതാണ് ഏറ്റവും വലിയ വിളി. ഒരു വൈദികന്റെ വിളിയും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിളിയും രണ്ടും ഒരേ മൂല്യമാണ്. ഒരിക്കലും നിങ്ങൾ വന്നു പോകരുത്. ഇവിടെ എന്തറിയാം, ദൈവത്തിന്റെ വിളി കേട്ടവർക്ക് മാത്രമേ, ദൈവത്തിന്റെ വിളി സ്വീകരിച്ചവർക്ക് മാത്രമേ ആത്മാർത്ഥമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ വിളിച്ച ദൈവത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അത് വൈദിക വിളിയായാലും ശരി, കുടുംബ വിളിയായാലും ശരി, നമ്മൾ വിശ്വസ്തത പുലർത്തണം. നമുക്കറിയാം, ബൈബിൾ ഉടനീളം അതിനെയാണ്. നമുക്കറിയാം, 1 സാമുവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെ കാണാൻ സാധിക്കും. 1 സാമുവേൽ 3-ാം അധ്യായം 1 മുതൽ 12 വരെ. അവിടെ ഇപ്രകാരമാണ് ഏലിയാ പ്രവാചകൻ സാമുവേലിനെ വിളിക്കുന്ന കാര്യമാണ്. ബാലനായ സാമുവേലിനെ ദൈവം വിളിച്ചു. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്തെ കർത്താവിന്റെ അരുളിപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നു. ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്തവിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. ദൈവത്തിന്റെ മുന്നിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ. അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു. സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവരെ വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു
നിന്നെ മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതികരിച്ചു, അരുളി ചെയ്താൽ അങ്ങയുടെ ദാസനിതാ ശ്രമിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കുന്നവരെ ഇരു ചെവികളും ധരിച്ചു പോകും. ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ ദൈവം ഈ സാമുവേലിനെ വിളിക്കുന്നത് എത്ര പ്രാവശ്യമാണ്? 6 പ്രാവശ്യം. 4 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 3 പ്രാവശ്യം, 3 പ്രാവശ്യം വിളിക്കുന്നത്. 3 പ്രാവശ്യം ദൈവം സാമുവേൽ സാമുവേൽ എന്ന് വിളിക്കുകയാണ്. അപ്പോഴെല്ലാം ഈ ബാലനായ സാമുവേൽ വിചാരിച്ചു ഏലിയ പ്രവാചകനാണ് അല്ലെങ്കിൽ ഈ പുരോഹിതനാണ് വിളിക്കുന്ന വിചാരിച്ചുകൊണ്ട് അവിടെ ചെന്ന് ചോദിക്കുകയാണ്, ഗുരു അവനെ വിളിച്ചോ? അവർ ഇല്ല, ഞാൻ വിളിച്ചില്ല. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക, ദൈവം ഓരോ വ്യക്തിയെയും പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കണം നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും എനിക്കറിയാം, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ആ നല്ല പ്രായത്തിൽ 17, 18, 19, 20 ആയിരിക്കാം. നിങ്ങളുടെ ആ ചെറുപ്പ പ്രായത്തിൽ നിങ്ങൾ ഒരു ആഗ്രഹമില്ലാതെ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ കളിച്ചു തിരിച്ചും പഠിച്ചും അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളെ കുറിച്ച് അറിയപ്പോൾ ബോധ്യമുണ്ടാകും അല്ലെങ്കിൽ ഉൾക്കൊണ്ടപ്പെടുന്നത്. അപ്പോൾ അവരാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വിവാഹത്തിന് പ്രായമായി ഈ വിവാഹത്തിൽ പ്രവേശിക്കണമെന്ന് എപ്പോഴും മാതാപിതാക്കൾ തന്നെ മക്കളെ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ആ മാതാപിതാക്കളുടെ ആ പറച്ചിലാണ് ദൈവിക സ്വരം. മാതാപിതാക്കളുടെ നിങ്ങളോട് പറയുന്ന, നിങ്ങളുടെ ചെവിയിൽ കേട്ട ആ കേൾവിയാണ്, ആ സ്വരമാണ് നിങ്ങളുടെ ദൈവസ്വരം. അപ്പോൾ ആ ദൈവത്തിന്റെ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹിതരായി ഇവിടെ അയക്കുന്നത്. തീർച്ചയായും ആ വിളികൾ കേട്ടു, മനസ്സോടെ ആയിരിക്കാം. നിങ്ങൾ ഒരിക്കലും വിവാഹത്തിന് പ്രവേശിക്കാൻ ഒരിക്കലും താല്പര്യമുണ്ടായിരിക്കാം. നിങ്ങളെപ്പോഴും ചെറുപ്പമായിട്ടും കൂട്ടുകൂടി ഒരു ആഗ്രഹയും ഇല്ലാതെ ആരുടെയും മുമ്പിൽ തലതാട്ട് കൊടുക്കാതെ ഒരു ഉത്തരവാദിത്തം എടുക്കാതെ സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ കാലഘട്ടത്ത് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ ദൈവത്തിന്റെ സ്വരം വരാനിടയായി. ആ സ്വരം നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു, മനസ്സില്ലാത്തവരാണെങ്കിൽ സ്വീകരിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തപ്പോൾ നിങ്ങൾ വിവാഹിതരായി, നിങ്ങൾ കുട്ടികൾ നയിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടായി, നിങ്ങളുടെ ദൈവത്തിന്റെ വലിയ സാക്ഷികളായി മാറുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കും, നിങ്ങളുടെ മക്കളിലേക്ക് ദൈവസ്വരം കടന്നില്ല. ഇന്ന് പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ യുവതിമകന്മാർക്ക് വിവാഹം വേണ്ടാത്ത കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ്. ഈ അടുത്ത ഉണ്ടാകുന്ന ഒരു ന്യൂസ് ഞാൻ കേൾക്കുകയായി. ഈ 26, 27 ആകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ ഈ തലമുറയ്ക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നത് 80% നിലയിൽ പോകുന്നു അറിയാം. 80% പിള്ളേർ, കുട്ടികളും യുവതിമകന്മാരും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായി മാറുമെന്ന് ഈ റിപ്പോർട്ട് ഉണ്ടാവുകയാണ്. ഇതാണ് ദൈവത്തിന്റെ സ്വരം ശ്രമിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ, ഈ ലോകത്തിൻ്റെതായ മോഹത്തിന് പിന്നാലെ ജീവിക്കാനാണ് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നത്. ദൈവസ്വരം ശ്രമിക്കുന്നില്ല. ദൈവസ്വരം ശ്രമിക്കാതെ പോയി കഴിഞ്ഞാല്, വിവാഹത്തിലേക്ക് ദൈവം വിളിച്ചു കഴിഞ്ഞാല്, ദൈവത്തിന്റെ സ്വരത്തിന്റെ കാത് കൊടുത്തില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം വഴിവിട്ടു പോകും. അതിന് ദുസ്സരപൂർണമായിരിക്കും, ദുഃഖപൂരിതമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ സ്വരത്തിന് കാത് കൊടുക്കുക. നിങ്ങളെല്ലാവരും എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ സ്വരത്തിന് കാത് കൊടുത്തവരാണ്, സ്വരത്തിന് തലത്തിന് വിട്ടുകൊടുത്തവരാണ്. അപ്പോൾ ദൈവങ്ങളെ സ്വീകരിച്ച ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ, ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ചില വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളറിയാം, ദൈവമാണ് നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ചു, നമ്മൾ തിരിച്ചു നമ്മുടെ ദൈവത്തെ വിളിച്ചു. ഒന്നാമതായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മൾ ദൈവത്തെയും തെരഞ്ഞെടുത്തു. അതാണ് പ്രധാനം. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, ദൈവം നമ്മളെ കണ്ടു, നമ്മൾ ദൈവത്തെയും കണ്ടു. അതാണ് ഒന്നാമത്തെ തിരുമൂടി. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ ആ തെരഞ്ഞെടുപ്പിൽ നമ്മള് പൂർണ്ണമായി വിട്ടുകൊടുത്തു. നമുക്കറിയാം, ബൈബിളിൽ കാണുന്നുണ്ട്,
ബൈബിളിലുടനീളം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. ആ അപ്പോസ്തലന്മാരെ ഈശോ വിളിക്കുന്നുണ്ട്. അവർ വിളിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. അവർ വിവരിക്കാൻ പോകുന്നവരായിരുന്നു, കള്ളന്മാരായിരുന്നു, കൊള്ളക്കാരായിരുന്നു, കൊലപാതകളായിരുന്നു യേശു ശിഷ്യന്മാര്. അവർ വ്യത്യസ്തമായ രീതിയിൽ ചുമരിക്കുന്നവരായിരുന്നു. അവരെല്ലാവരും ഈ 12 പേരും 12 സ്വഭാവമുള്ളവരായിരുന്നു, 12 ജോലി ചെയ്യുന്നവരായിരുന്നു, വ്യത്യസ്തമായ വീടുകളിലുള്ളവരായിരുന്നു. അവരെല്ലാം ഈശോ പേര് ചൊല്ലി വിളിക്കുകയാണ്. അപ്പോൾ ഈശോ വിളിച്ചപ്പോൾ യേശുവിന്റെ ആ വിളിക്ക് ഉത്തരം കൊടുത്തു. അതുകൊണ്ടാണ് ഈ കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളെല്ലാം യേശുവിന്റെ ശിഷ്യന്മാരായി മാറിയത്. ബൈബിളില് പുതിയ ഒരിക്കലും നല്ലവരായി ആരെയും കാണാനില്ല. പരിശുദ്ധ അമ്മയല്ലാതെ വേറെ ഒരു പോലും നല്ലവരില്ല. എല്ലാവരും തന്നെ പാപികളും ബലഹീനരും ആയിരുന്നു. അവരെയാണ് ഈശോ വിളിച്ചത്. അവരെയാണ് സ്വന്തമാക്കി, അവരെയോട് ചേർന്ന് അവരെ ശിഷ്യന്മാരാക്കി ലോകത്തിന്റെ ഫലഭാഗങ്ങളിലേക്ക് വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, പാപികളെ തേടിയാണ് ഈശോ മുമ്പിലേക്ക് വന്നത്. ഈശോ പാപത്തെ വെറുക്കുന്നു, പിന്നെയോ പാപിയെ സ്നേഹിക്കുന്നു. അതാണ് നല്ലവനായ ഈശോ. ഈശോ പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. നമ്മളെല്ലാവരും പാപികളാണ്. ഞാനും നിങ്ങളെല്ലാം പാപികളാണ്. അതുകൊണ്ടാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. നാം പാപികളായതുകൊണ്ടാണ് നാം യേശുവിനെ സ്നേഹിക്കുന്നത്. നമ്മുടെ ബലഹീനരായതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ കൂടുതലായി ആശ്രയിക്കുന്നത്. നമ്മൾ ബലവാനാണെങ്കിൽ ഒരിക്കലും നമ്മൾ യേശുവിനെ ആശ്രയിക്കില്ല. നമുക്ക് പാപമില്ലെങ്കിൽ ഒരിക്കലും യേശുവിനെ ആശ്രയിക്കില്ല. നമ്മൾ അഹങ്കരിക്കും. ഒരു പാട്ടിലെ എല്ലാം മംഗളമായാൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ? എല്ലാം മംഗളമായ നമ്മൾ മറക്കും ദൈവത്തെ. മനസ്സിലായി? എല്ലാം മംഗളമായാൽ നമ്മൾ ദൈവത്തെ മറക്കും. അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് കഷ്ടത വേണം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും എല്ലാം നാം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ നോക്കാൻ വേണ്ടിയാണ്, ഒന്ന് തലത്തിൽ ഉയർത്തി നോക്കാൻ വേണ്ടിയാണ്. ഇല്ലായ്മ അഹങ്കരിക്കും. പ്രിയമുള്ളവരെ, എല്ലാ സുഖസൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ നാം അഹങ്കരിക്കും. ദൈവത്തെ നോക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല. നമ്മളെ നേരെ നോക്കി ചുറ്റുപാടിലേക്ക് നോക്കി ഞാനെന്ന ഭാവത്തിൽ പോകുമ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ചില കഷ്ടപ്പാടുകള്. അപ്പോൾ ആ വേദനയില് നമ്മൾ ദൈവത്തെ നോക്കും, ദൈവത്തെ വിളിക്കും, ദൈവത്തിലേക്ക് ആശ്രയിക്കും, ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടും, ധ്യാനത്തിന് പോകും, പുണ്യസ്ഥലങ്ങളിൽ പോകും, നേർച്ച ചെയ്യും, അല്ലെങ്കിൽ വഴിപാട് ചെയ്യും, അല്ലെങ്കിൽ ഉപവസിക്കും, പ്രാർത്ഥിക്കും. കാരണം നമ്മൾക്ക് ഇതുപോലെ വേദനയുണ്ട്, അത് മാറണം. കുടുംബത്തിലെ അന്തരീക്ഷം മാറണം, കുടുംബത്തിലെ കഷ്ടപ്പാട് മാറണം, കടബാധ്യതകൾ മാറണം, രോഗം മാറണം, മക്കൾക്ക് വിവാഹം മാറണം, ജോലി കിട്ടണം, വിദേശങ്ങളിലേക്ക് പോകണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഇതൊന്നും ഇല്ലാതെങ്കിൽ ഒരിക്കലും നമ്മുടെ ദേവാലയത്തിൽ വരില്ല, നമ്മൾ പ്രാർത്ഥിക്കില്ല, നമ്മൾ ഉപവസിക്കില്ല, നമ്മൾ കൊന്തയില്ല, വചനം വായിക്കില്ല, നമ്മൾ നമ്മുടേതായ വഴിയിൽ പോകും. ഇതെല്ലാം എന്റേതാണ്, ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണെന്നുള്ള അഹങ്കാരം നമ്മളെ കടന്നു വരും. പ്രിയമുള്ളവരെ, ഇടയ്ക്കിടയ്ക്ക് ചില കഷ്ടതകള്, ചില വേദനകള്, ചില രോഗങ്ങള്, ചില വ്യാധികള് ഉണ്ടാകണം. ആ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമ്മളെ വിളിച്ചു, നാം ദൈവത്തെ വിളിച്ചു, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. നാം ദൈവത്തെ തെരഞ്ഞെടുത്തപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഐക്യത്തില് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്നാൽ മാത്രമേ 100 പേരെ ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, തായ്തണ്ടോട് ചേർന്ന് നിൽക്കണം. ശാഖകള് തായ്തണ്ടോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ 100 പേര് ഫലം നൽകാൻ ഇടയാവുള്ളൂ. ഇല്ലായെങ്കിൽ ആ നിലത്ത് വീണ് അത് കരിഞ്ഞ് ഉണങ്ങി അത് മൃഗായി മാറും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കണം. ആ ദൈവത്തിന്റെ വിളി കേട്ടുകൊണ്ട് ദൈവത്തിന്റെ ചേർന്ന് ദൈവത്തിന്റെ മാറോട് ചേർന്ന് നിൽക്കുന്ന യോഹന്നാനെ പോലെ ആയിരിക്കണം. നമുക്കറിയാം, അന്ത്യത്താഴ സമയത്ത് 12 ശിഷ്യന്മാരുടെ കൂടെ ഈശോ അത്താഴം കഴിച്ചപ്പോൾ യേശുവിനെ അടുത്തിരുന്നുകൊണ്ട് യോഹന്നാൻ ആ യേശുവിന്റെ മാറോട് ചേർന്നു. യേശുവിന്റെ ഹൃദയസ്പന്ദനം അനുഭവിച്ച വ്യക്തിയാണ് യോഹന്നാൻ. ഈ അനുഭവം ഉണ്ടാകണം. യേശുവിനെ അടുക്കണമെങ്കിൽ ഒരു ഹൃദയ ഐക്യം ഉണ്ടാകണം, ഒരു സ്നേഹബന്ധം ഉണ്ടാകണം. നമുക്കറിയാം, സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് മാത്രമേ പോകാൻ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. സ്നേഹിക്കുന്നവരുടെ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ മാത്രമേ നമുക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. വെറുക്കുന്നവരെ നമ്മൾ കാണാനോ കേൾക്കുവാനോ ആ സ്വരം ശ്രമിക്കുന്നവർ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഹൃദയ ഐക്യമുള്ളവർക്ക് എപ്പോഴും അടുത്തിരിക്കും, അവർ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കും.
ഇവിടെ യോഹന്നാൻ ശ്ലീഹ യേശുവിനെ ആഴമായി സ്നേഹിച്ചു, യേശുവിന്റെ മാറോട് ചേർന്നു. അതുകൊണ്ടാണ് വലിയ കൃപയുണ്ടായത്. യോഹന്നാൻ ശ്ലീഹയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾ നമുക്കറിയാം. ബൈബിളില് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധ കുർബാനയെ കുറിച്ച് ആഴമായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യോഹന്നാൻ ശ്ലീഹയാണ്. കാരണം ദൈവത്തിന്റെ സ്നേഹത്തോട്, ദൈവത്തിന്റെ ഹൃദയത്തോട്, ദൈവത്തിന്റെ മാറോട് ചേർന്നവനാണ്. ആ വിളി പൂർണ്ണമായും ആസ്വദിച്ച് ജീവിച്ച വ്യക്തിയാണ് നമ്മുടെ യോഹന്നാൻ ശ്ലീഹ. പ്രിയമുള്ളവരെ, ഇതുപോലെ ആയിരിക്കണം നമുക്ക്. നമ്മുടെ വിളിയിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ വിളിയിൽ നല്ല തൃപ്തി ഉണ്ടാകണം. പൂർണ്ണമായും 100% നമ്മുടെ വിളിയോട്, ഈ വിളിയോട് പൂർണ്ണമായ ഒരു സമർപ്പണം ഉണ്ടാകണം. അതിൽ തൃപ്തി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവൈക്യം ഉണ്ടാവുള്ളൂ, ഹൃദയൈക്യം ഉണ്ടാവുള്ളൂ. ആ യേശുവിൽ നിന്നുള്ള ആ സ്നേഹം, ആ ചൂട് നമ്മളിൽ കടന്നു വരുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാം യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 15-19. യോഹന്നാൻ 21:15-19. യോഹന്നാൻ 21:15-19. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനേ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇവിടെയും 3 പ്രാവശ്യമാണ് ഈശോ ചോദിക്കുന്നത് പത്രോസിനോട്. എന്താ ചോദിച്ചത്? നീ എന്നെ ഡു യു ലവ് മീ? പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യമാണ് ചോദിച്ചത്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ആഗ്രഹിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. സ്നേഹം മാത്രം. നമ്മുടെ സ്നേഹമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ ഇവിടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തോട് നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ? യേശുവിനെ നാം സ്നേഹിക്കുന്നുണ്ടോ? ഈശോ നമ്മൾ ആഗ്രഹിക്കുന്നതിനാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, നമുക്കറിയാം, യേശുവിനെ അനുഗമിക്കാൻ വേണ്ട ഒരേ ഒരു ഗുണം, ഒരേ ഒരു ക്വാളിഫിക്കേഷൻ, ഒരേ ഒരു യോഗ്യത എന്താണ്? സ്നേഹിക്കുക. അല്ലാതെ വേറെ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, നമ്മള് ഒരുപാട് പഠിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റെല്ലാ മേഖലയും നമ്മൾ വലുതായി സമൂഹത്തിന് വിലയും നിലയുള്ളതായതുകൊണ്ടോ ഒന്നുമല്ല ഈശോ ആഗ്രഹിക്കുന്നത്. മറിച്ച് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക മാത്രമാണ്. ആരാണോ യേശുവിനെ സ്നേഹിക്കുന്നത് അവരാണ് യേശുവിന്റെ യഥാർത്ഥ ശിഷ്യൻ. ആരാണ് യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് അവന് മാത്രമേ കൃപയുണ്ടാവുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഏറ്റവും വലിയ യോഗ്യത, ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, നമ്മുടെ യോഗ്യത എന്നത് യേശുവിനെ സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അതൊന്നിനെ കുറിച്ച് നമ്മൾ ആഗ്രഹപ്പെടേണ്ട. യേശുവിനെ സ്നേഹിക്കുക, അനന്തമായി സ്നേഹിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ കുറവിനെ കുറിച്ച്, നമ്മുടെ ഇല്ലായ്മയെ കുറിച്ച്, നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് ഒരു തിന്മയാണ്. എപ്പോഴും ഇല്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിലേക്ക് തിന്മ കടന്നു വരും. ഉള്ളതുപോലെ പോയി പോകും നമ്മളിൽ നിന്ന്. അപ്പോൾ ഒരു നന്ദി ഉണ്ടാകണം, ഒരു സ്നേഹം ഉണ്ടാകണം. ഇതാ ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ബൈബിൾ ഉടനീളം കാണാൻ തന്നെയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 പ്രാരം പറയുന്നു. നിയമാവർത്തനം 6-ാം അധ്യായം 4-5 വരെ. ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവേ ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും
സ്നേഹിക്കണം. മതി. ഇതാണ് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേലിനെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അതാണ് പൂർണ്ണതയുണ്ടാകണം. പകുതി അല്ല വേണ്ടത്, അപൂർണതയല്ല വേണ്ടത്, പൂർണ്ണതയാണ്. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി പൂർണ്ണ ആത്മാവോടുകൂടി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ സ്നേഹമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെയും സ്നേഹിച്ചേ പറ്റും. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ വെറുക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ പറയുമായിരിക്കും, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ആ വ്യക്തിയോട് നമ്മൾ ദേഷ്യപ്പെട്ടാലും നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തികളുടെ നന്മ ചെയ്യുമ്പോഴാണ് കൃപയുണ്ടാവുക. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ വെറുക്കുവാനോ മറ്റുള്ളവരെ മാറ്റി നിർത്തുവാനോ സാധിക്കില്ല. അപ്പോൾ ദൈവസ്നേഹത്തോട് ചേർന്ന് മത്സരിക്കുക. അപ്പോൾ ദൈവം ആ വിളി നമുക്ക് ആത്മാർത്ഥമായി ജീവിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ശൂന്യവൽക്കരണമാണ്. ശൂന്യവൽക്കരണം അറിയാം, നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടാകണം. ശൂന്യവൽക്കരിക്കുക. നമുക്കറിയാം, മത്തായി സുവിശേഷം 19-ാം അധ്യായം 16-30. മത്തായി 19:16-30 വരെ ഇത് വായിക്കട്ടെ. ഇപ്രകാരം അറിയാം, ഇവിടെ കാണുക, ഒരു ധനികനായ യുവാവ് അല്ലെ, അവനെല്ലാ സുഖസൗകര്യമുണ്ട്, അവന് സമ്പത്തുണ്ട്, അവന് എല്ലാ രീതിയിലും അവൻ സുഖിക്കുന്ന വ്യക്തിയാണ് ഈ ധനവാനായ ഈ യുവാവ്. അവൻ ആരെ കാണാൻ വന്നു? യേശുവിനെ കാണാൻ വരികയാണ്. അപ്പൊ അവന് പരിപൂർണ്ണമായ ആഗ്രഹമുണ്ട്, എന്നാൽ എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല, ശൂന്യവൽക്കരിക്കാൻ തയ്യാറല്ല. അവനെല്ലാം വേണം, എന്നാൽ യേശുവിനെ കാണുകയും ചെയ്യണം, യേശുവിനെ ശിഷ്യനാവുകയും ചെയ്യണം. അതാണ് അവന്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മളെല്ലാവരുടെയും ചിന്തയും കാഴ്ചപ്പാടും. എല്ലാം വേണം, ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്കെല്ലാം വേണം, പക്ഷേ യേശുവിനെ കാണണം, യേശുവിനെ സ്വന്തമാക്കണം, യേശുവിന്റെ ശിഷ്യനായി മാറണം, യേശുവിനോട് ജീവിക്കണം എന്നുള്ള ചിന്താഗതിയാണ് നമുക്കുള്ളത്. പ്രിയമുള്ള, ഇത് ഒരിക്കലും ഈശോ അംഗീകരിക്കില്ല. യേശുവിന് വേണ്ടത് പൂർണ്ണതയാണ്, അല്ലെങ്കിൽ പകുതിയല്ല. കൽപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവരല്ല യേശു ശിഷ്യന്മാര്. പൂർണ്ണമായും കൽപ്പയിൽ വെച്ചിട്ട് നേരെ നോക്കി പോകുന്നവരെയാണ് ഈശോയ്ക്ക് ആഗ്രഹം, ഈശോയ്ക്ക് വേണ്ടത്. അത് തിരിഞ്ഞു നോക്കി പകുതി മനസ്സോടുകൂടി യേശുവിനെ അന്വേഷണം ചെയ്ത വ്യക്തിയല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ധനവാനായ യുവാവിനോട് പറഞ്ഞു എന്താണ് ഈശോ അവസാനം എന്താണ് എന്താ പറഞ്ഞത്? നീ പൂർണ്ണനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കൊടുക്കുക. അപ്പോൾ നീ പരിപൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ കുടുംബജീവിതം നീ ധന്യമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടും വേദനകളും നമ്മളിപ്പോൾ പറയുന്ന ഈ കഷ്ടപ്പാടുകളും വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം മാറണമെങ്കിൽ നീ സ്വയം ശൂന്യവൽക്കരിക്കുക, നീ സ്വയം ഇല്ലാതാകുക, ദൈവത്തിനെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. അല്ലാതെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല, നമ്മൾ എവിടെയെല്ലാം പോയിട്ട് കാര്യമില്ല. ഏതെല്ലാം ധ്യാനങ്ങൾ ധ്യാനിച്ചാലും ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്കറിയാമേ, ഉടൻ വെള്ളം ഒഴിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, പുറത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് നമ്മളെ ശൂന്യവൽക്കരണമില്ലാതെ, സ്വയം ശൂന്യവൽക്കരിക്കാതെ നമ്മള് എവിടെ പോയാലും ഒരു കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ശൂന്യവൽക്കരിക്കുക. നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന നമ്മളെല്ലാം വലിച്ചെറിയുക. അപ്പോഴാണ് ദൈവത്തിന്റെ കൃപ, ദൈവാനുഭവം നമ്മുടെ കടന്നു വരുമല്ലോ. അറിയാം, അബ്രഹാത്തിന്റെ വീട്ടിൽ ദൈവം അബ്രഹാത്തെ വിളിച്ചു. അദ്ദേഹം വലിയ ധനവാനാണ്, സ്വന്തമായിട്ട് കുലദൈവമുള്ള വലിയ പണക്കാരനായിരുന്നു അബ്രഹാം. എന്നാൽ ദൈവം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദൈവം അബ്രഹാത്തോട് പറഞ്ഞു, എന്താണ്? നിനക്കുള്ളതെല്ലാം നീ ഉപേക്ഷിക്കണം. നിനക്കുള്ളതെല്ലാം നീ ഉപേക്ഷിക്കണം. നിന്റെ ഭാര്യയെ മാത്രം നീ കൊട്ടിക്കൊണ്ട് പോകാനുള്ളൂ. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിന്റെ ഭാര്യയാണ്. നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിന്റെ ഭർത്താവാണ്.
നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിന്റെ കുടുംബമാണ്. പ്രിയമുള്ളവരെ, അതല്ലാതെ വേറെ ഒന്നുമല്ല നിന്റെ സമ്പത്തിന്റെ ആ ജീവിതവും. നിനക്കുള്ള നിന്റെ ഭാര്യയും നിന്റെ മക്കളുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇന്ന് നമ്മളെല്ലാം മാറ്റി നിർത്തുന്നു അത് തന്നെയാണ്. ഭാര്യയെ മാറ്റി നിർത്തുന്നു, ഭർത്താവിനെ മാറ്റി നിർത്തുന്നു, മക്കളെയും മാതാക്കളെയും മാറ്റി നിർത്തുന്നു. നമ്മുടെ സമ്പത്ത് നമ്മൾ വലിച്ചെറിയുകയാണ്. ദൈവം തന്ന നിധിയായ ഈ ഭർത്താവിനെയും ഭാര്യയെയും നമ്മൾ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് മറ്റു പലതിന്റെയും പിന്നാലെ പോകുമ്പോൾ പ്രിയമുള്ളവരെ എല്ലാം നശിച്ചു പോവുകയാണ്. ഒരു സമാധാനം ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ശൂന്യവൽക്കരിക്കുമ്പോഴാണ് ദൈവം വാരിക്കൊരുത്തറിയുള്ളൂ. അബ്രഹാം തന്നെ ശൂന്യവൽക്കരിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് അബ്രഹാം എല്ലാം ഉപേക്ഷിച്ചു. എല്ലാ സമ്പത്തും ആടുമാടുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ ദേശത്തേക്ക് തന്റെ ഭാര്യയെ കൂട്ടി സാറായെ കൂട്ടി പോയപ്പോഴാണ് ദൈവം എല്ലാം കൊടുത്തു. വലിയ ധനവാനാക്കി. ദൈവത്തിന്റെ ധനം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായി. പ്രിയമുള്ളവരെ, നിങ്ങളും വലിച്ചെറിയാൻ തയ്യാറായാൽ നിങ്ങളുടേതായ എല്ലാം, നിങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സ്വാർത്ഥത, നിങ്ങളുടെ ഭർത്താഭിമാനം വലിച്ചെറിയുക, സ്വയം ശൂന്യവൽക്കരിക്കുക. ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് കടന്നു വരും. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരാൻ നിങ്ങളുടെ ഹൃദയം തുറക്കണമെങ്കിൽ ശൂന്യവൽക്കരിക്കണം. സ്വയം ഇല്ലാതായാൽ മാത്രമേ കൃപ കടന്നു വരുള്ളൂ. നമുക്ക് സ്വയം ശൂന്യവൽക്കരിക്കാം. ഇവിടെ ഈ യുവാവ് കണ്ടു, അദ്ദേഹത്തിന്റെ ധനമുള്ളതിന്റെ പേരില് സ്വയം ശൂന്യവൽക്കരിക്കാനോ എല്ലാം വിറ്റ് ദരിദ്രം കൊടുക്കാനോ അവൻ തയ്യാറല്ല. അവന് വഴക്കി പോവുകയാണ്. അവന് ദുഃഖിതനായിട്ട് അവൻ തിരിച്ചുപോയി. അവന് ആ സ്വർഗരാജ്യം അവന് അടയ്ക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗരാജ്യം അടയ്ക്കപ്പെട്ടവരായി മാറുകയല്ല വേണ്ടത്, തുറക്കുന്നവരായി മാറണം. നമ്മുടെ വിശുദ്ധ ജോൺ ബോസ്കോ മാർപ്പാപ്പ പറയുകയാണ്, എല്ലാം സമ്പാദിച്ചു കൂട്ടുന്നവനല്ല യഥാർത്ഥ ധനികൻ, മറിച്ച് എല്ലാം ദരിദ്രർക്ക് കൊടുക്കുന്നവനാണ്. നമ്മുടെ ഫ്രാൻസിസ് ഫാദർ ജോൺ ബോസ്കോ മാർപ്പാപ്പ പറഞ്ഞ ഇപ്രകാരമാണ്, എല്ലാം സമ്പാദിച്ചു കൂട്ടുന്നവനല്ല യഥാർത്ഥ ധനവാൻ, മറിച്ച് എല്ലാം ദരിദ്രർക്ക് കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അവരുടെ കൊടുക്കുമ്പോഴാണ് ദൈവം നമുക്ക് അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 മൂന്നാമതായിട്ട് വിശുദ്ധിയാണ്. കോൾ ടു ഹോളിനെസ് ആണ്. വിശുദ്ധി ഉണ്ടാകണം. നമുക്ക് എല്ലാവർക്കും വേണം പ്രിയമുള്ളവരെ വിശുദ്ധിയാണ്. വിശുദ്ധിയാണ് ഏറ്റവും വലിയ പരിചയം. തിന്മയെ ആട്ടി ഓടിക്കുവാൻ, സാത്താനെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ വിശുദ്ധിയാണ്. വിശുദ്ധപരമായ ജീവിതമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയൊരു നമ്മുടെ ബലഹീനത നമ്മുടെ വിശുദ്ധിയില്ലായ്മയാണ്. അത് നമ്മൾ വീണു പോകാം, എല്ലാവർക്കും ഉണ്ടാകാം, മാർപ്പാപ്പയ്ക്ക് പോലും ഉണ്ടാകാം. ഏത് വിഷയവും തിന്മയിലേക്ക് അശുദ്ധിയിലേക്ക് വീഴുവാൻ ഇടയുണ്ടാകാം. കാരണം സാഹചര്യം അങ്ങനെയാണ്. നമ്മൾ വിവേകത്തോടുകൂടിയായിരിക്കണം. വിശുദ്ധിയാണ് ഒരു കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വിശുദ്ധിയാണ്. ആ വിശുദ്ധി വേണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവാനുഭവത്തിൽ ചേരണം. നമ്മളുള്ള ആ വിളിയോട് നമ്മൾ ആത്മാർത്ഥമായി നാം സഹകരിച്ചാൽ മാത്രമേ വിശുദ്ധി ഉണ്ടാകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. 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 മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം പറയുന്നു. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കും. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് എപ്രകാരമാണോ പരിശുദ്ധനായിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും ആയിരിക്കണം. Be holy because I am holy. ഞാൻ പരിശുദ്ധനാണ്, അതുപോലെ തന്നെ നിങ്ങളും പരിശുദ്ധരാകണം. അപ്പോൾ പരിശുദ്ധൻ പറഞ്ഞാൽ എന്താണ്? ഈ പരിശുദ്ധമായിരിക്കും പറഞ്ഞാൽ നമ്മള് ടു ബി ഡിഫറെന്റ് ആയിരിക്കണം. നമ്മള് മറ്റുള്ളവരിൽ വ്യത്യസ്തമായിരിക്കണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. നമ്മള് പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ഇതാണ് വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. നമ്മള് മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായിരിക്കണം.
നമ്മള് പരിപൂർണമായും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകും. നമുക്ക് വിശുദ്ധി ഇല്ലാത്തതിന്റെ കാരണം നമ്മുടെ സമർപ്പണത്തിൽ എവിടെയോ പാലിച്ചു വന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, പറഞ്ഞില്ലേ, വിശുദ്ധമായത് ചെയ്യുമ്പോൾ വിശുദ്ധരായിടും, വിശുദ്ധമായത് വിശുദ്ധ ചെയ്യുമ്പോൾ വിശുദ്ധരായിടും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്വമുണ്ട്, നമ്മളെ ഏൽപ്പിച്ച ദൈവം ഏൽപ്പിച്ച ചില ചെറിയ ഉത്തരവാദിത്വമുണ്ട്. അത് വിശുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ നാം വിശുദ്ധരാകും. അത് നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സഭയിൽ കാണുന്ന സഭ വിളിച്ച വിശുദ്ധർ മാത്രമല്ല വിശുദ്ധർ. നമ്മൾ ഓരോരുത്തരും, നിങ്ങളും ഞാനെല്ലാം വിശുദ്ധരാണ്. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ ഭംഗിയായി ചെയ്താൽ നിങ്ങൾ വിശുദ്ധരാകും. അതിൽ സംശയമില്ല. നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് ഭംഗിയായി ചെയ്യുക. നിങ്ങളുടെ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോടുകൂടി, ആത്മാർത്ഥമായി, സ്നേഹത്തോടുകൂടി നിങ്ങളുടെ കുടുംബം നോക്കിയാൽ നിങ്ങൾ വിശുദ്ധരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമതായിട്ട് പ്രാർത്ഥിക്കും, അതിരുകളില്ലാതെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അതിരുകളില്ലാതെ ദൈവത്തെയും കുടുംബത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിരുകളില്ലാതെ സ്നേഹിക്കണം. നമുക്കറിയാം എന്താണ് മത്തായി 5-ാം അധ്യായം 44-48 വരെ കാണാൻ സാധിക്കും. 5-ാം അധ്യായം മത്തായി 5:44-48. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഇത് പ്രതിഫലമാണ് ലഭിക്കുക. ചുമകാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ചെയ്യുന്നത് വിചാരിയരും ഇത് തന്നെയല്ലേ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സർവ്വസ്വമായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയാണ്. ശത്രുക്കളെ സ്നേഹിക്കണം. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെ ഒരാള് ഒരു വഴക്ക് പറഞ്ഞാല്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ശല്യപ്പെടുത്തിയാല് ആ വ്യക്തി നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ആ വ്യക്തി നമ്മളെടുക്കും. നമ്മള് താമസിക്കുന്ന ഒരു വീട്ടിലാണെങ്കിലും നമ്മൾ ആ വ്യക്തിയും വളരെ അകലത്തിലായിരിക്കും. മനസ്സുകൊണ്ട് നമ്മളെ വളരെ അകലത്തിലായിരിക്കും. ശരീരം കൂടെ ഒന്നായിരിക്കാം, ചിലപ്പോൾ ഒന്നിച്ച് ഭക്ഷിക്കാതിരിക്കാം, ഒന്നിച്ച് ജീവിക്കാതിരിക്കാം. പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ വളരെ അകലത്തിലായിരിക്കും. കാരണം നമുക്ക് ആത്മാർത്ഥമായി അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുവാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ പ്രിയമുള്ളവരെ, ശത്രുവിനെ, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കുവാൻ നാം തയ്യാറാണ്. അതിന് ദൈവത്തിന്റെ പ്രത്യേക കൃപയുണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ പ്രത്യേകമായ വിളിയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കൃപയുള്ളവർക്ക് മാത്രമേ പരസ്പരം സ്നേഹിക്കുവാനും ആത്മാർത്ഥമായി അതിരുകളില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ ദാസിമാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ദൈവത്തിന്റെ ആ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം നമ്മുടെ വഴിവഴിച്ച ജീവിതമാണ്, സമർപ്പണമില്ലാത്ത ജീവിതമാണ്, ആത്മാർത്ഥതയില്ലാത്ത ജീവിതമാണ്. ഇതെല്ലാം കാരണം. അതിനാല് നമുക്കറിയാം, പരസ്പരം സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ഒരു വിട്ടുവീഴ്ച ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബമാകുമ്പോൾ അവിടെ അടിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ടാകും. അതുണ്ടാകണം. എങ്കിൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ. അവിടെ ഒരു പൊട്ടുത്തരുണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന്റെ വില നമ്മൾ അറിയുള്ളൂ. അതിനാല് ആ നിങ്ങളൊരു വഴക്ക് പിടിച്ചാല്, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായാല്, അത് വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് പോയി പറഞ്ഞു തീർത്താൽ മാത്രമേ കൃപയുണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മള് വിട്ടുവീഴ്ച തയ്യാറാകാതെ, പരസ്പരം ക്ഷമിക്കാതെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അത് നാളേക്ക് വിട്ടുകൊടുക്കും. അതിങ്ങനെ നീണ്ടുണ്ട്. പിന്നെ ക്ഷമിക്കുവാനോ അല്ലെങ്കിൽ സ്നേഹിക്കുവാനോ കഴിയാതെ നീണ്ടു പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബമാകുമ്പോൾ അവിടെ ഒരു വഴക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടെങ്കിൽ അത്
പറഞ്ഞു തീർക്കണം. അതുകൊണ്ടാണ് നാം പറയുന്നത് നിങ്ങള് ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കണം. പ്രത്യേകിച്ച് വൈകുന്നേരം സന്ധ്യാഭക്ഷണം, നമ്മുടെ അത്താഴം നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കണമെന്ന് പറയാൻ കാരണം ഭാര്യഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ അത്താഴം ഒന്നിച്ച് കഴിക്കാൻ പറയാൻ കാരണം ആ സമയത്ത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വേദനകളും പരസ്പരം പങ്കുവെച്ച് അത് അവിടുത്തെ തീർത്താൻ മാത്രമേ കൃപയുണ്ടാകൂ. അതുകൊണ്ടാണ് ഒന്നിച്ച് വരാൻ പറയുന്നത്. ഇന്ന് എത്ര കുടുംബങ്ങളില് ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നുണ്ട്? അപ്പൻ അപ്പന്റെ വഴിക്ക് പോകും, അമ്മ അമ്മയുടെ വഴിക്ക് പോകും, മക്കൾ മക്കളുടെ വഴിക്ക് പോകും. പ്രാർത്ഥനയില്ല, ഒന്നിച്ചിരുന്ന് കൂട്ടായ്മയില്ല, പങ്കുവെക്കലില്ല, ഒന്നുമില്ല. അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നത്തിന് കാരണം. പല മക്കൾ വഴിക്ക് പോകാനുള്ള കാരണം ഈ കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തോന്നിവാസത്തിൽ പോകുമ്പോൾ അവിടെ വളരുന്ന മക്കൾ തോന്നിവാസമുള്ളവരെ ഉള്ളൂ. ഇന്ന് പലപ്പോഴും പറയാറില്ലേ, മക്കൾ വഴികളിൽ പോകുന്നു, അവർ വിവാഹം വേണ്ട. ഇന്നും പല കുഞ്ഞുങ്ങളും പറയാൻ കാരണം അവര് കാണുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നാണ്. അവര് നോക്കുന്നത് നിങ്ങളെയാണ്, മാതാപിതാക്കളെയാണ് നോക്കുന്നത്. അവർ എപ്രകാരമാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ പങ്കുവെക്കല് എല്ലാം നിങ്ങളുടെ മക്കൾ നോക്കുന്നുണ്ട്. അപ്പൊ മാതാപിതാക്കളെ വഴിവെച്ചു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാതെയും പരസ്പരം പങ്കുവെക്കാതെയും പരസ്പരം ഒന്നിച്ച് ഭക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ഇത് കണ്ടു വളരുന്ന മക്കള് ആ വിവാഹിത വെറുക്കും. അവർ ചോദിക്കും, ഇതിനു വേണ്ടിയല്ലേ ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഇതെനിക്ക് വേണ്ട. കാരണം നിങ്ങൾ ഈ മാതാപിതാക്കളെ കണ്ട് അവര് ജീവിതം മടുത്തിരിക്കുകയാണ്, അത് ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ തലമുറ ഇങ്ങനെ പോകാനുള്ള ഒരു പരിധി വരെ നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമാണ് എല്ലാം കാരണം. അത് പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായി ജീവിക്കാൻ പരിശ്രമിക്കാം. കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും പങ്കുവയ്ക്കാനും പരിശ്രമിക്കാം. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാകുക. നിങ്ങൾ ഓരോ വ്യക്തിയും പരിശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന മൂന്നാമതൊരു വ്യക്തിക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പ്രശ്നമായിട്ട് ആരുടത്തേക്ക് പോയാലും ഏത് അച്ഛന്മാരത്തേക്ക് പോയാലും കാര്യമില്ല. നിങ്ങൾ തീരുമാനിക്കാതെ, നിങ്ങൾ പരസ്പരം തീരുമാനിക്കാതെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത്, ഓരോ വ്യക്തിയുമാണ് എഴുതപ്പെടേണ്ടത്. ഓരോ വ്യക്തിയും പരസ്പരം എഴുതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സുഖസമാധാന പ്രശ്നവും പരിഹരിക്കപ്പെടും. പ്രിയമുള്ളവരെ, പിടിവാശിയില്ലാതെ എഴുതപ്പെടാതെ നിൽക്കുമ്പോഴാണ് പ്രശ്നം. അതിനാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ വിളിയോട് നമ്മൾ വിശ്വസ്ത വളർത്തുമ്പോൾ ആ ദൈവാനുഗ്രഹം ഉണ്ടാകും. അവിടെ വളർത്തുന്ന മക്കൾക്ക് വലിയ കൃപയുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജോലി കിട്ടും, നല്ല വരുമാനം ഉണ്ടാകും, ആ വിവാഹിതരായ മക്കളുണ്ടാകും. ഇത് എത്രയോ മക്കളാണ്, ദമ്പതിമാർക്കാണ് മക്കളില്ലാതെ പോകുന്നത്. അതെല്ലാം കാരണം നമ്മുടെ കുടുംബത്തിന്റെ പരാജയമാണ്. മറ്റു പലരുടെയും പിന്നാലെ പോവുകയാണ്. നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോവുകയാണ്. മറ്റുള്ളവരെയും അടുത്തു പോയിട്ട് എന്താണ് ഇതിന്റെ കാരണം അറിയാൻ വേണ്ടി ഓടുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ആ കുടുംബം തലമുറ തകർന്നു പോവുകയാണ്. മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോയി മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പോയിക്കൊണ്ട് ആ കുടുംബം ഇല്ലാതായി തലമുറകളോളം നശിപ്പിച്ചു കളയുന്ന ഒരു കുടുംബമായി മാറുകയാണ്. ഇപ്പോഴവരെ, ഓരോ വ്യക്തിയും നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. വിട്ടുകൊടുക്കാം, പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളെ സമർപ്പിക്കാം. ആ ദൈവത്തിന്റെ വിളിയോട് ചേർന്നതുകൊണ്ട് വിശ്വസ്തരായി ജീവിക്കാം, വിശുദ്ധിയുള്ളതാൻ പരിശ്രമിക്കാം, പരസ്പരം സ്നേഹിച്ചോട് ജീവിക്കാൻ പരിശ്രമിക്കാം, പങ്കുവെച്ചോട് ജീവിക്കാൻ പരിശ്രമിക്കാം. നിങ്ങളെ പോലെ നിങ്ങൾ അയൽക്കാരെയും സ്നേഹിച്ചോട് ജീവിക്കാൻ പരിശ്രമിക്കാം. അതുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയോട് ചേർന്ന് നമുക്കറിയാം, ശിഷ്യന്മാര് ശാലയില് ശിഷ്യന്മാരുടെ കൂടെ അമ്മയുണ്ടായിരുന്നു. ആ അമ്മയാണ് അവരെല്ലാം ഒന്നിച്ചു ചേർത്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്, പരിശുദ്ധാത്മാവിനെ നേടിക്കൊടുത്തത്. അതുപോലെ അമ്മയോട് ചേർന്ന് യോഹാനിൽ പ്രാർത്ഥിച്ചാല് തീർച്ചയായും നമുക്ക് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാവും, വലിയ സന്തോഷവും സമാധാനം ഉണ്ടാവും, വിടുതലുണ്ടാവും. അതിനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ